എല്ലാവരോടും ക്രിസ്തയേശുവിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ഹോള് ഇന്ന് പകലിൽ നമുക്ക് തുറന്നു കിട്ടിയല്ലോ. അല്പം പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും സഹോദരങ്ങളൊക്കെ നിലത്തിരിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ആ പഴയ കാലത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാം. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഒരു വലിയ വിശാലത വരാൻ പോകണം. ഒരു വലിയ വിശാലതയ്ക്കായിട്ടാണ്. അപ്പോൾ ഈ ഞെരുക്കം വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഞെരുക്കത്തിൽ ഇരുന്ന് കരയും നമ്മൾ ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കും. എന്നെ വിശാലപ്പെടുത്തുമ്പോൾ, എന്നെ വർദ്ധിപ്പിക്കുമ്പോൾ, എന്നെ ആനന്ദ തൈലം നൽകി, എന്നെ ഉത്സവ വസ്ത്രം നൽകി, എന്നെ കൂട്ടുകാരിൽ പരമായി എന്നെ ഉയർത്തുമ്പോൾ, ഞാൻ ആ താഴ്ചയിൽ നിന്നാണല്ലോ ഉയർത്തിയതെന്നോർത്ത് നമ്മൾ നിഗളിക്കാതിരിക്കാനാണ് നമ്മളെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിലത്തേക്ക് നിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ വളരെ വളരെ ഭക്തിയോടുകൂടി വേണം ഈ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് 2024 നമ്മളെ വിട്ടുമാറുകയാണ്. നാളെ ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തോട് പറയണം, 11 മാസം എത്ര വേഗത്തിൽ ഓടിപ്പോയി, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടുവോളം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞോ? ഓരോ ദിവസവും നമ്മൾക്ക് മാറി മാറിയുള്ള കൂടാരങ്ങളിൽ അബ്രഹാം പാർത്തതുപോലെ നമ്മൾ സ്ഥലങ്ങളിൽ മാറി മാറി ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവം വെറുതെ അല്ല ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹോള് സ്ഥിരമായിട്ട് ലഭ്യമായിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി അടിപ്പിക്കുന്നത്. അതിൻ്റെ പിൻപിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് വിശ്വാസത്തിൽ കാണണം. കർത്താവേ, ഒരു പ്രയാസവുമില്ലല്ലോ, എന്നാൽ ഇങ്ങോട്ടെന്താ ഇന്ന് മാറ്റിയത്? ദൈവത്തിന് അവിടെ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്. പൗലൂസ് റോമിലേക്കാണ് പോയത്. മെലീത്ത പൗലൂസിൻ്റെ മനസ്സിലില്ല. കപ്പലിൽ കൊണ്ടുപോയ കപ്പലിലുണ്ടായിരുന്ന കപ്പിത്താനോ അല്ലെങ്കിൽ കപ്പലിൻ്റെ റൂട്ട് മാപ്പിലോ മെലീത്ത ഇല്ല. പക്ഷെങ്കിൽ മെലീത്തയിൽ എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതിനുവേണ്ടി ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായി. ആളപായങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇടവരാതെ സ്വർഗം അവിടെ എത്തിച്ചു. നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ആഹാരങ്ങളും മറ്റ് പദാർത്ഥങ്ങളും എല്ലാം എടുത്ത് വെള്ളത്തിൽ എറിയുന്നുണ്ട്. പക്ഷെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട അവരെ പിന്നെ ദൈവം അവിടെ നിന്ന് അയക്കുന്നത് ഒരു വലിയ നിറവോടുകൂടിയാണ്. അവരുടെ എല്ലാം പോയി, എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കപ്പൽ ഉടഞ്ഞു പോയി. പലകമേൽ പിടിച്ചാണ് പലരും ആ ദ്വീപിലെത്തപ്പെട്ടത്. പക്ഷെ അവർ യാത്ര പോകുന്ന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ നിറവോടുകൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ ചില ഉലച്ചിലുകളെ, ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പറയണം, ഒരു നിറവിലേക്ക് എന്നെ ദൈവം നയിക്കാൻ പോകണം. അതിന് വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അവിടെ നമ്മൾ മടുത്തു പോകരുത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്ക് ആധാരമായി 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിക്കണമേ. തിമോത്തിക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തി chapter 2 verse 1 to 5. അതാണ്. സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുത്തൻ മതി. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം ചെയ്യണം. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അടുത്തത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. 2 പദങ്ങൾ അതിൽ നിന്നെടുക്കാം. അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. 5ൻ്റെ ലാസ്റ്റിലും
അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഒരുവൻ, മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ മധ്യസ്ഥനും ഒരുവൻ. പ്രാർത്ഥന, യാചന, മധ്യസ്ഥത, സ്തോത്രം. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥന, യാചന, മധ്യസ്ഥത, സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ വന്നപ്പോൾ ഒരു പദം കൂടുതൽ എടുത്ത് വീണ്ടും പറയുകയാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് പൗലോസ്ലീഹ അവിടെ കാണിക്കുന്നത്. ദൈവജനമാകുന്ന നമ്മളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമെന്നുള്ളതാണ്. കാര്യം നമ്മുടെ കർത്താവിന് അത് ഇഷ്ടമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വേഗത്തിൽ ഓടി വരാം. ഫിലിപ്പിയയിലെത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ള കാര്യമാണ്. പൗലോസ് ആഗ്രഹിച്ചത് ആസ്യക്ക് പോകാനാണ്. പൗലോസിനെ കയറ്റിവിട്ടവര് ജെറുസലേമിൽ നിന്ന് വിട്ടത് റോമയ്ക്കാണ്. എത്തപ്പെട്ട് നിൽക്കുന്നത് മെലീത്തയിലാണ്. യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഒന്ന് നിൽക്കെ, യോന ആഗ്രഹിച്ചത് മറ്റൊരു എതിർദിശയിലേക്ക് പോകുവാനാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ആലോചന പ്രകാരം നടപ്പാൻ സ്വർഗത്തിലെ ദൈവമേ നീ എന്നെ സഹായിക്കണം. മറ്റുള്ള ഏതു വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്താലും ദൈവം തൻ്റെ ഭക്തനെക്കുറിച്ച്, ദൈവം തൻ്റെ അഭിഷിക്തരെക്കുറിച്ച്, ദൈവം തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിച്ചത് മാത്രമേ പിൻപറ്റിയതിൽ നടക്കുകയുള്ളൂ. നിനക്ക് മെലീത്ത ഇഷ്ടമല്ലായിരിക്കാം, നിനക്ക് ചിലപ്പോൾ ആസ്യക്ക് തന്നെ പോകണമെന്നായിരിക്കാം ആഗ്രഹം. പക്ഷെങ്കിൽ ഏലിയാവിനോട് ദൈവം ചോദിച്ചതുപോലെ ഒരു ചോദ്യം വരും, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ പൂട്ടിയിട്ട് പറ. ഒന്നെല്ലാ ദൈവമക്കളും കണ്ണുകളൊന്ന് പൂട്ടിയിട്ട് പറ, കർത്താവേ ജീവൻ പകരുന്ന അങ്ങയുടെ ദൈവവചനത്തിനായി, ഞങ്ങളെ ശക്തീകരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി, ഞങ്ങളെ ആലോചനയിൽ നടത്തുന്ന അങ്ങയുടെ നിയോഗങ്ങൾക്കായി സ്തോത്രം എന്നെല്ലാ അധരങ്ങളും തുറന്നെന്ന് പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഞാനൊന്ന് വായിക്കാമേ. യെശയ്യാപ്രവചന പുസ്തകം 43 അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? നിന്നെ സൃഷ്ടിച്ചവനും, വായിക്കാമോ ആരെങ്കിലും? ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ ഈ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂഷിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി. മതി. നീ എനിക്ക് വിലയേറിയവനാകുന്നു, നീ എനിക്ക് മാന്യനാകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനക്കാരെന്നുള്ള നിലയിൽ ദൈവം അറിയപ്പെടണം. ഏതൊക്കെ നിലകളിലുള്ള പ്രാർത്ഥനയാണ്? അപേക്ഷകളുണ്ട്, യാചനകളുണ്ട്, സ്തോത്രമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ പക്ഷപാതം പിടിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തി അവൻ്റെ തെറ്റോ കുറ്റമോ നിൽക്കെ അവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം പിടിക്കുകയാണ്.
ഇവനെ വിടുവിക്കണമേ, ഇവനെ സഹായിക്കണമേ. നമ്മൾ ഈ കോടതികളിലൊക്കെ അത് കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി കുറ്റാരോപിതനായി ആണ് കോടതിയിൽ എത്തിയതെങ്കിലും അവിടെ ആ വക്കീൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. അപ്പം അതാണ് പക്ഷം പിടിക്കുക. തെറ്റുണ്ട് അവിടെ, പക്ഷെ തെറ്റിനെ ഒന്ന് മൂടിക്കൊണ്ട് ഈ വ്യക്തിക്ക് ഏതെങ്കിലും നിലകളിലുള്ള ഒരു സഹായം കോർട്ടിൽ നിന്ന് ലഭ്യമാകുമോ? നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ടെൽഫോർഡ് എന്ന് തന്നെ പറയുമ്പോൾ ഈ ടെൽഫോർഡിന് വേണ്ടി ഞാൻ എൻ്റെ മുട്ടുമടക്കുന്നു, ഞാൻ എൻ്റെ മുട്ടുമടക്കുന്നു. കാര്യം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും വിടുവിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് പറയുകയാണ്, കർത്താവേ ഈ ജനത്തെ അങ്ങ് വിടുവിക്കണമേ. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പവർ വലിയതാണ്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വലിയതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം മറുപടി നൽകുന്നത് വേഗത്തിലാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് വേഗത്തിൽ ഈ ഭാഗത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. 3 മുതൽ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പിടികിട്ടും. ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ. മതി. ഇനി നിങ്ങൾ പുസ്തകങ്ങളൊക്കെ മടക്കി വെച്ചോ, ഞാൻ പറഞ്ഞു പൊയ്ക്കോളാം. നമുക്കറിയാം ദാനിയേൽ നിൽക്കുന്നത് ഒരു പ്രവാസത്തിലാണ്. എവിടെയാ? ഒരു പ്രവാസത്തിൽ നിൽക്കുന്ന ദാനിയേൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു ജനതയ്ക്ക് വേണ്ടി താനൊന്ന് ഇൻ്റർസെഷൻ ചെയ്യുകയാണ്, ഒന്ന് മധ്യസ്ഥത അണയ്ക്കുകയാണ്. ദാനിയേലിനെ കുറിച്ച് നമ്മൾക്ക് നന്നായിട്ടറിയാം. ദാനിയേലിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പറയുന്ന ഈ ഒരു പദം നെഹമ്യാവ് പറഞ്ഞതുപോലെ തന്നെയാണ്. നെഹമ്യാവിനെ കുറിച്ചും പറയുമ്പോൾ ഇങ്ങനെയാണ്, 1-ാം അധ്യായത്തിൻ്റെ ശീർഷകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ 1-ാം വാക്യം, ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവ്. ഹക്കല്യാവ് എന്ന് പറഞ്ഞാൽ യഹോവയെ കണ്ണിൽ കാണാൻ കഴിയുന്നവൻ. യഹോവയാം ദൈവത്തെ ഹക്കല്യാവിനെ കാണുമ്പോൾ യഹോവയെ കണ്ണിൽ വഹിക്കുന്നവനെന്നാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ന്യായമായിട്ടും നെഹമ്യാവ് എന്നുള്ളത് യഹോവയാം ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുന്നവനെന്നാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയും നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയും എല്ലാം അവർ പറയുന്ന പദങ്ങൾ അവർ തെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവ് അവരുടെ ചിന്താധാരയിൽ കൂടി പോലും ദൈവത്തിന് നിരക്കാത്ത ഒരു ചിന്ത പോലും ചിന്തിക്കാത്ത ഒരു കുടുംബത്തിലുള്ള അംഗമാണ് നെഹമ്യാവ് അല്ലെങ്കിൽ ദാനിയേൽ. ഇവർ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് തെറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ പിതൃഭവനം ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നു,
എൻ്റെ ദേശം അല്ലെങ്കിൽ എൻ്റെ ചാർച്ചക്കാര് അങ്ങക്ക് പ്രസാദകരമല്ലാത്ത നിലയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. യഹൂദ ജനം അങ്ങക്ക് ഹിതമല്ലാത്തത് ചെയ്തിരിക്കുന്നു. മുഴുവൻ ഇസ്രായേല്യരും ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നിലയിൽ നടന്നിരിക്കുന്നതിനാൽ ദാനിയേൽ പറയുകയാണ്, ഞങ്ങളെ ദേശത്ത് കൂത്തുകാഴ്ചയാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് ഞങ്ങളിൽ പാപബോധം വരുത്തി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മനസ്താപത്തോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞങ്ങളുടെ ചാർച്ചക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, യഹൂദരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സകല ഇസ്രായേല്യർക്കും അതിലൊരു വിടുതലായി തീരുവാൻ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു എന്നാണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി ദാനിയേൽ എന്ന് പറയുന്ന എനിക്കത് വിടുതലാണ്. പക്ഷെ എൻ്റെ വിഷയത്തെക്കാൾ ഉപരിയായി നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബവും എൻ്റെ സഭയുമാണ് എൻ്റെ പ്രയോറിറ്റി. എൻ്റെ സഭയ്ക്കകത്തൊരു തഴച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ സഭയുടെ നന്മ എൻ്റെ കുടുംബത്തിൽ വരും, കുടുംബത്തിൻ്റെ നന്മ എനിക്ക് വരും. അത് സന്തോഷത്തിന് കാരണമായി തീരും. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളെ ടെൽഫോർഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് യാദൃശ്ചികമായിട്ടൊന്നുമല്ല. ടെൽഫോർഡിൽ നമ്മൾ നിൽക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല. ടെൽഫോർഡിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടുമടക്കണം. ഇതൊരു വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല ദൈവമാക്കിയിരിക്കുന്നത്. നമ്മളെ മുഴുവനായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്. ഓരോ കണ്ണികളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ മുട്ടിന്മേലിരുന്ന് കർത്താവേ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദാനിയേലിന്റെ പ്രാർത്ഥനയും നെഹമ്യാവിന്റെ പ്രാർത്ഥനയും, ഞാൻ അങ്ങയോട് തെറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ കുടുംബം, ഇവർ രണ്ടുപേർക്കും കുടുംബമില്ലാത്തവരാ. പക്ഷെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, എൻ്റെ കുടുംബം അങ്ങയോട് തെറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ പിതൃഭവനം അങ്ങയോട് തെറ്റ് ചെയ്തിരിക്കുന്നു. ഹഗല്യാവിനെ കുറിച്ച് നെഹമ്യാവ് പറയുക, എൻ്റെ പിതൃഭവനവും അങ്ങയോട് തെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, 2024 ഞങ്ങളെ വിട്ടു പോകുകയാണ്. ഈ 11 മാസം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ടെൽഫോർഡ് പട്ടണത്തിൽ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ഒരു ഹിസ്റ്ററി വായിച്ചിട്ടും ഈ ഒരു പേര് ഞങ്ങൾ കാണാത്തവിടത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1 മണിക്കൂറെങ്കിലും മുട്ടുമേലിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പുരുഷന്മാരെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ മുട്ടിന്മേലിരുന്ന് ഈ ദേശത്തിന്റെ മേൽ ഒരു വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇംഗ്ലണ്ടിൽ ഉണർവ് വരും. ടെൽഫോർഡിനെ ദൈവം മറക്കരുത്. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഒരു കൊടിയെ കാറ്റടിക്കും. ഒരു മേജർ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ ഇന്ന് ദൈവപുരുഷന്മാരായിരിക്കുന്ന ദൈവദാസിമാരായിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് ചേർന്ന് പറയണം, കർത്താവേ, ആ കൊയ്ത്തിന്റെ കാലത്ത് ടെൽഫോർഡിനെ അങ്ങ് മറന്നു കളയരുത്. ഞാനൊരു ബൈബിൾ വാക്യം ചേർത്ത് ഇങ്ങനെ വേണം പറയുവാൻ കഴിയും. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ ദിനത്തിൽ അങ്ങനെയല്ല വചനം ഇങ്ങനെയാ പറഞ്ഞത്, യഹൂദിയായേ, കൊയ്ത്തിന്റെ യജമാനൻ കൊയ്ത്തിലേക്ക് ആൾക്കാരെ അയക്കുമ്പോൾ നിനക്കും ദൈവം ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതികളെ മാറ്റുമ്പോൾ യഹൂദിയായേ, നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും, കർത്താവെ, ഇംഗ്ലണ്ടിന്റെ മേൽ, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ മേൽ, ഗ്രേറ്റ് ബ്രിട്ടന്റെ മേൽ അനേക ഭക്തന്മാരിരുന്ന് മുട്ടിന്മാരിരുന്ന് നിലവിളിക്കുമ്പോൾ അവരോടൊത്തോളമൊന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും യഹൂദിയായേ, എന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ ഞാൻ നിനക്കും ഒരു കൈത്ത് വെച്ചിരിക്കുന്നുവെങ്കിൽ ഈ ജനത്തിന്റെ സ്ഥിതികൾക്ക് എന്റെ ദൈവം ഒരു മാറ്റം വരുത്തുമ്പോൾ ഈ ടെൽഫോർഡിനെ മറക്കല്ലേ. സ്തോത്രം. ഇന്ന് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? കർത്താവേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 1 പൗണ്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ ടെൽഫോർഡിലുള്ള ഇംഗ്ലീഷുകാരുടെ വീട്ടിൽ പോകേണ്ട പൈസയാണ്. ആസ്ഡേന്നോ ടെസ്കോയിന്നോ മോറിസൺ എന്നോ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രോസറി ഐറ്റം കാണുമ്പോൾ
നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ വീടുകളിൽ പോകേണ്ട സാധനങ്ങളാ. കർത്താവിനോട് പറയണം, യോഗ്യതകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, അവരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒന്നുമല്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ ഉന്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്ന തലമുറകളെ മ്ലേച്ഛതയിലേക്ക് കുപ്പുകൂത്തുന്ന ദേശത്തെ നോക്കി നിലവിളിയോടെ, അപ്പാ, ഞങ്ങൾ അറിഞ്ഞിടത്തോളം വേദനകൾ ആരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിടത്തോളം ദാരിദ്ര്യം ആരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിടത്തോളം പട്ടിണി ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞങ്ങൾ സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുമ്പോൾ, ഈ ദേശത്തിന്റെ നന്മകൾ ഞങ്ങൾ പ്രാപിക്കുമ്പോൾ, ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ ഞങ്ങളെ കർത്താവേ, ഒരാത്മാവിൽ ഒരു വൃത്തൻ വേദന, ആത്മാവിൽ ഒരു ഞെരുക്കം, ആത്മാവിൽ ദൈവത്തിന്റെ ഒരു മൂളൽ ഞങ്ങളെ കേൾപ്പിക്കണമേ. നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിന് വേണ്ടി നമ്മൾ കരഞ്ഞില്ല, പിന്നെ ആരാ കരയുന്നത്? അല്ലേ? നമ്മൾ കരഞ്ഞില്ല, പിന്നെ ആര് കരയും? അതുകൊണ്ട് പറയണം, കർത്താവേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി നിൽക്കും. അനേകരെ വിടിവിക്കണമേ, അനേകരെ വിടിവിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ സാധ്യതകളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല വന്ന് നിൽക്കുന്നത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് ചിലപ്പോൾ ചില പരിമിതികൾ കാണുമായിരിക്കും. ബിജു ചെറിയാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കത്തില്ലായിരിക്കും, ഇവിടെ ആയിരിക്കുന്ന ലോക്കൽ പാസ്റ്റർ ഇംഗ്ലീഷ് പ്രസംഗിക്കത്തില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ ആത്മാവിൽ കാണണം, ഒരു യുവതലമുറ എഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ ബലഹീനതകളുടെ മേൽ അവർ ബലമായി തീരും. നമ്മുടെ പോരായ്മകളെ തീർപ്പാൻ ദൈവം ഒരു ജനത്തെ വാർക്കുകയാണ്. ഇന്ന് നീ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ ഈ രാജ്യത്ത് മൂല്യച്യുതി വന്നിരിക്കുന്ന എല്ലാ ആത്മീക കൊള്ളകളും മടക്കിക്കൊണ്ടുവരുവാൻ എൻ്റെ ജനറേഷനെ ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ തട്ടിയിട്ട് പറ, എൻ്റെ കുടുംബത്തെ ഞാൻ അതിനായി വേർതിരിക്കുന്നു. ദൈവത്തോടുള്ള നന്ദി പ്രകടനമായിട്ട് നിങ്ങൾ കരങ്ങളെ തട്ടിക്കോ. കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാകിയാൽ അതിനോട് പ്രതികരിച്ചോ. എന്നിട്ട് പറ, എവിടെയൊക്കെയോ ഞങ്ങളുടെ പിടിവള്ളികളൊന്ന് വിട്ടുപോയായിരുന്നു, എവിടെയൊക്കെയോ ആ ആത്മഭാരം പോയായിരുന്നു, സമൃദ്ധിയിൽ ഞങ്ങൾ ഞെളിഞ്ഞോ, എന്നാൽ ഇന്ന് ഞങ്ങളൊന്ന് മടങ്ങി വരിക. അപ്പ നിലനിർത്തണമേ. ഹല്ലേലൂയ. ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുകയാണ്. ഓരോ ബർത്ത്ഡേ വരുമ്പോഴും പറയണം, എൻ്റെ അപ്പ നീക്കിയില്ലല്ലോ എന്നെ, അല്ലേ? എന്നെ നീക്കിക്കളഞ്ഞില്ലല്ലോ, എന്നെ പുറങ്കാൽ കൊണ്ട് തട്ടിയില്ലല്ലോ, മുമ്പൻ പിൻപന്മാരായിരുന്നവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലല്ലോ. കർത്താവ് പറയുകയാണ്, ഞാൻ 1 വർഷം കൂടെ നിന്നെ നിർത്തും, കോടാലി നിന്റെ മൂട്ടിൽ ഞാൻ വെച്ചിരിക്കുകയാണ്, ഞാൻ ഫലം കായ്ക്കുമോ എന്ന് നോക്കും. എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാനല്ല വന്നത്. എന്നാലും നിങ്ങളോട് ഞാൻ ആത്മാവിൽ ആത്മഭാരമുള്ള ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ പറയാം. ചിലരെ എങ്കിലും 100 പേരോട് പറഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ നവംബർ 30 ഒരു തീരുമാനമെടുക്കണം. അങ്ങയുടെ വരവ് താമസിക്കുകയാണെങ്കിൽ 2025 നവംബർ 30 മുമ്പ് ഞാൻ ഉന്നം വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഞാൻ ഈ തിരുസഭയിൽ കൊണ്ടുവരും. അതിനായിട്ട് ഞാൻ ഉപവസിക്കും. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഉപവാസ വിഷയങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് പറ, ഈ സഭയ്ക്കകത്ത് ചിലരെ കൊണ്ടുവരുവാൻ ദൈവം എന്നെ മേലൊരു നിയോഗമിട്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ഉപവസിക്കും, അതിനായിട്ട് ഞാൻ വെണ്ണീറിലിരിക്കും, അതിനായിട്ട് ഞാൻ എൻ്റെ സുഖങ്ങളെ വെടിയും, സമയങ്ങളെ മാറ്റിവെക്കും, ഞാൻ എൻ്റെ കർത്തനോട് പ്രാർത്ഥിക്കും. സ്തോത്രം. ചിലരെ കൊണ്ടുവരുവാൻ എന്നെ ദൈവം കണ്ടിരിക്കുന്നു. ചില വ്യക്തികളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് വരട്ടെ, അവരുടെ പേരുകൾ പറ. എന്നിട്ട് പറ, അത് ചാക്കോച്ചനാകട്ടെ, അന്ത്രയോസ് ആകട്ടെ, തോമസ് ആകട്ടെ, സാബു ആകട്ടെ, മിനി ആകട്ടെ, സൂസനാകട്ടെ, കർത്താവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വ്യക്തി നിത്യ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ എന്നെ ദൈവം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതിനായി ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പക്ഷം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം തന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ അയച്ച് അവരെ ഞാൻ ഈ സഭയിൽ കൊണ്ടുവരും. നീ ഒന്ന് തീരുമാനിക്കാമോ?
ദൈവം നിന്റെ വിഷയത്തിൻ്റെ മേലാണ് ആദ്യം ഇറങ്ങി പ്രവർത്തിക്കാൻ പോണത്. മധ്യസ്ഥ പ്രാർത്ഥന എവിടെയെല്ലാം മധ്യസ്ഥത അണച്ചിട്ടുണ്ടോ, ദൈവദാസന്മാർ ദൈവദാസിമാർ മധ്യസ്ഥത അണച്ച, ചെവി തുറന്ന് കേട്ടാട്ടെ, മധ്യസ്ഥത അണച്ച വിഷയത്തിൻ്റെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോൾ തന്നെ ഇടിവിൽ നിന്ന് കരഞ്ഞവന്റെ കാര്യമാ കർത്താവ് ആദ്യം നീക്കുപോക്ക് വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ എവിടെയെല്ലാം ജനത്തിന് വേണ്ടി ദൈവപുരുഷന്മാർ ഇടിവിൽ നിന്നോ അവന്റെ കാര്യം ആദ്യം ദൈവം തീർപ്പിലാക്കി. സ്തോത്രം, സ്തോത്രം. ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാനൊന്ന് തെളിയിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? മതി. നമുക്ക് ആ സംഭവം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അല്ലേ? ദൈവം അബ്രഹാമിന്റെ ഭവനം സന്ദർശിക്കുന്നതാണ്. 3 ദൈവപുരുഷന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ വരുന്നു. വന്നത് വെൽ പ്ലാൻഡ് ആയിട്ട് അവർ വന്നിരിക്കുന്നത്. ഒരു ദേശത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ദേശത്തിന് വേണ്ടി, നിങ്ങളത് ആത്മാവിൽ അറിയണമേ, ടെൽഫോർഡിന്റെ മേൽ ഒരു ന്യായവിധി ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഒരു പ്ലാൻ ഇടുമ്പോൾ ഇദ്ദേഹം അറിയണം. അതാണ് സഭയുടെ പ്രാർത്ഥന. എൻ്റെ ദേശത്തെ ദൈവ ന്യായവിധിക്കാകട്ടെ. എൻ്റെ ദേശത്തൊരു കൊയ്ത്ത് വരികയാണെങ്കിൽ ഞങ്ങളുടെ ദൈവപുരുഷനെയും അവിടെ ആദരിക്കപ്പെടണമേ, അവിടെ ആദരിക്കപ്പെടണമേ. ഞാനതുകൊണ്ടാണ് പറഞ്ഞ്, യഹൂദിയായി ഞാൻ എൻ്റെ ജനത്തിനൊരു കൊയ്ത്ത് നൽകുമ്പോൾ നിനക്കും ഞാനൊരു ഓഹരി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ പറയണം, ആ കൊയ്ത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ലോത്തെന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന്, നമ്മുടെ ഈ എഡ്വിൻ്റെ ഒക്കെ പ്രായം കണക്ക് കൂട്ടിക്കൂ. പ്രായം എനിക്ക് അത്ര നിശ്ചയത്തിനകത്ത് പോരാ, നിങ്ങൾ പാസ്റ്ററോട് ചോദിച്ചാൽ മതി. അബ്രഹാമിനെ വിളിച്ചു ദൈവം, നീ വാ, നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. വിളി കേട്ട് അബ്രഹാം ഇറങ്ങുക. സാറയുണ്ട് കൂടെ. ഇറങ്ങിയ സമയത്ത് പിതാവുണ്ട്. അങ്ങനെയുള്ള സന്നാഹങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നത്. ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറയ്ക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. ഇവരിങ്ങനെ ഇറങ്ങുക. അപ്പൊ ഈ കുഞ്ഞ്, പിതാവ് നഷ്ടപ്പെട്ടു, മാതാവിനെ കുറിച്ച് അവിടെ കൂടുതലൊന്നും പറയുന്നില്ല. ലോത്ത് അവിടെ നിൽക്കുക. ലോത്ത് അവിടെ നിൽക്കുക. വാ അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, വാ. അവൻ ചോദിച്ചു കാണും എങ്ങോട്ടെന്ന്. അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും ന്യായമായിട്ടും, അപ്പച്ചാ എങ്ങോട്ടാ പോണേ? അറിയില്ലടാ മോനെ, ദൈവം വിളിച്ചു. അവൻ പറഞ്ഞു കാണും, എൻ്റെ അപ്പൻ മരിച്ചു, അമ്മയുടെ കാര്യം അറിയില്ല, എനിക്ക് ഒരു കസിൻ ബ്രദറോ ഒന്നുമില്ല, ആകെ ഉള്ളത് ചാർച്ചക്കാരാ, ബന്ധുമിത്രാദികളാ, അവരെ ഇട്ടിട്ട് ഞാൻ വരണോ? വടമോനെ. അബ്രഹാം തൻ്റെ സഹോദരന പുത്രനായ ലോത്തിനെയും കൂട്ടി. വിളി കേട്ടത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹല്ല, അബ്രഹാമിൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായി അല്ല. കേട്ടത് അബ്രഹാമാണ്. ഇറക്കിയ കൂട്ടത്തിൽ ലോത്തിനെയും വിളിച്ചു, വാടാ നീയും കൂട്. ഇനി അബ്രഹാമിൻ്റെ ചില ഗുണസവിശേഷതകൾ ഞാൻ ഇന്നലെ ഇത് ചിന്തിച്ചത്. അബ്രഹാമിന് വേണ്ട തൻ്റെ സഹോദരപുത്രനെ ഒരടിമയെപ്പോലെ ആക്കാം. ആ കാലത്ത് അടിമ ഇത് നിലനിന്നിരുന്നൊരു കാലമാണ്.
പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ ക്വാളിറ്റിയിലെ വലിയൊരു ക്വാളിറ്റി എന്നാന്ന് ചോദിച്ചാൽ, അബ്രഹാം ഈ ബാലം വളരുന്നതിനോടൊപ്പം തന്നെ അബ്രഹാം പറഞ്ഞു, മോനെ ആ ഭാഗത്തോ അല്ലെങ്കിൽ ആ കിടക്കുന്ന കന്നുകാലികളെ നീയും കൂടെ നോക്ക്, പരിപാലിക്കുക. ഒരാടിനെ ഒരു പശുവിനെയും കൊടുത്തെന്ന് വിചാരിക്കുക, നീ ഇതിനെ ഒന്ന് കൊണ്ടുപോയി മാറ്റിക്കെട്ടുകയൊക്കെ ചെയ്യും. നമ്മളവിടെ സൂക്ഷ്മം പരിശോധിച്ച് പഠിച്ചു വരുമ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതോടൊപ്പം തന്നെ ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടും കൊണ്ടേയിരുന്നു. അബ്രഹാമിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ ലോത്തിനെ വളർത്തിക്കൊണ്ട് വേണേ ആ സ്വത്തുക്കൾ മുഴുവൻ അബ്രഹാമിൻ്റെ കരങ്ങളിൽ തന്നെ നിൽക്കും. അബ്രഹാം അഭ്യാസിയാണ്, 318 അഭ്യാസികളെ വളർത്തുന്നവനാണ്, അവൻ്റെ കുടുംബമുണ്ട്. സകല നിലയിലും അബ്രഹാം ഒരു വില്ലേജായി പാർക്കുമ്പോൾ അതേ വില്ലേജ് നിലയിൽ ലോത്ത് ഉയർന്നു. അതേ നിലയിൽ ലോത്ത് ഉയർന്നു. മുഴുവൻ സഹായം ചെയ്തു കൊടുത്തത് അബ്രഹാം പിതാവാ. പക്ഷെങ്കിൽ ഈ സമ്പത്ത്, ധനം, ആടുമാടുകൾ വർദ്ധിച്ചപ്പോൾ ലോത്ത് വന്ന് അബ്രഹാമിനോട് പറയുന്ന ഒരു പദമുണ്ട്, സമ്പത്ത് വർദ്ധിച്ചു, ആടുമാടുകൾ വർദ്ധിച്ചു, അവരെ നോക്കുന്നവർ എൻ്റെ ഇടയന്മാരും അങ്ങയുടെ ഇടയന്മാരും തമ്മിൽ ശണ്ടയായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു വേർപാട് ഇപ്പോൾ ആവശ്യമാണ്. എവിടെ വച്ചാ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഷർട്ടിടാതെ വളിനക്കരമിട്ട് അവിടെ നിന്ന് ലോത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് സുഖസൗകര്യങ്ങളെല്ലാം ആക്കിക്കൊടുക്കുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് മുഴുവൻ ചെയ്തു കൊടുത്തപ്പോൾ നിറവിലേക്കായപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇടയന്മാർ തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അബ്രഹാം പിതാവിൻ്റെ ആ വലിയ ക്വാളിറ്റിയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ നിന്നെ വിട്ടു പോവുകയാണ്, ഞാൻ നിന്നെ വിട്ടു പോകണം. എനിക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഈ മോൻ്റെ പേര് പറഞ്ഞതുപോലെ ചെറുപ്രായത്തിലെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു പയ്യനാണ്, അവന് സമ്പത്തും എല്ലാം വർദ്ധിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നിന്നെ വിട്ടു പോകണം. ഞാൻ ഇവിടെ നിന്നും കൊണ്ട് മഹനീയം സഭയോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വെട്ടിയെടുത്ത കനിപർവ്വതങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ നാട്ടിലായിരുന്നായിരിക്കാം, ഗൾഫിലായിരുന്നായിരിക്കാം, ഏതെങ്കിലും കൊച്ചു ഗ്രാമത്തിലായിരുന്നായിരിക്കാം, അവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ ദൈവത്തോട് ഇതുപോലെ നിലവിളിച്ചിട്ടുണ്ട്. ബിജു ചെറിയാൻ നിലവിളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, നീ UK പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലാണല്ലോ കൂടി എന്ന് ചോദിച്ച ആളാണ് ഞാൻ. നമ്മുടെ കുറവുകളൊക്കെ നമ്മളൊന്ന് മറക്കരുത്. നമ്മളെ വർദ്ധിച്ചപ്പോൾ, നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ, നല്ല ആഹാരങ്ങളൊക്കെ ലഭ്യമായപ്പോൾ, നമ്മൾ ആദ്യകാലത്ത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച പദങ്ങളാണ് ഇന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബിജു ചെറിയാൻ്റെ ആദ്യ പ്രാർത്ഥനയായി കിടക്കുന്നത്. അതിൻ്റെ മേലാണ് ഈ കോട്ടും സൂട്ടും പാസ്റ്റോറൽഷിപ്പും എല്ലാം നൽകിയിരിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് എന്തു കുറവ് വന്നാലും കർത്താവ് അതിലേക്ക് നോക്കുവാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കും. സ്തോത്രം. ലോത്ത് മിടുക്കനായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടുപോവുക. അബ്രഹാം പറയാണ്, യു ക്യാൻ ചൂസ്, നീ സെലക്ട് ചെയ്തു. ഞാനാണെങ്കിൽ പറയും അത് വേണ്ട, ഇന്ന പോലെ പോകും. പക്ഷെ ബിജു അല്ല, അബ്രഹാം. ഈ വ്യക്തി തല ഉയർത്തി നോക്കിയപ്പോൾ സോദോം ഗോമോറ കാണുകയാണ്. നീരൊഴുക്കുള്ള പച്ചപ്പ് കണ്ടു. ഞാൻ ആ സ്ഥലം അങ്ങ് എടുക്കുകയാണ്. വിവാഹിതനാകുന്നു, പെൺമക്കളുണ്ടാകുന്നു. അബ്രഹാം ഇതെല്ലാം മാറി നിന്ന് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുകയാണ്. അവനെ അന്ന് ആ കൽദേരുടെ ഊരിൽ ഇട്ടിട്ട് പോരുകയായിരുന്നെങ്കിൽ ഇവന് നീ അനുഭവിക്കുന്ന ഒരു നന്മയും അനുഭവിക്കത്തില്ലായിരുന്നു. എൻ്റെ ദൈവം അന്ന് എൻ്റെ ഉള്ളിലൊരു പ്രകാശം നൽകിയതിനാൽ ഇവൻ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം എന്നെയും ഉപയോഗിച്ചല്ലോ. അതുകൊണ്ട് ദൈവമേ, അവനെ സൂക്ഷിക്കണമേ. അവൻ പെരുകുന്നു, അവൻ വർദ്ധിക്കുന്നു, അവൻ സമ്പത്തിലും മൃഗസമ്പത്തിലും എല്ലാത്തിലും അവൻ പെരുകുമ്പോൾ നിന്റെ സൂക്ഷിപ്പ് അവൻ്റെ മേലുണ്ടാകണമേ. ഈ മധ്യസ്ഥ പ്രാർത്ഥന നിൽക്കുമ്പോഴാണ് സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും ദൈവത്തിൻ്റെ 3 ദൈവവും തൻ്റെ
ദൈവപുരുഷന്മാരെന്നാണല്ലോ, ദൂതന്മാരെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അവർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വരുന്നത് എന്താ കാര്യം? ലോത്ത് വളരുവാൻ കാരണമായത് അബ്രഹാമാണ്. ലോത്ത് പെരുകുവാൻ കാരണമായത് അബ്രഹാമാണ്. ലോത്ത് ഇന്നായിരിക്കുന്ന എല്ലാ നിലയിലുമാകുവാൻ കാരണം അബ്രഹാമാണ്. എൻ്റെ ദൈവമക്കളെ, ഞാൻ ഈ ദൈവപുരുഷനെ നിർത്തി പറയുകയല്ല. അദ്ദേഹം ആത്മഭാരത്തോടെ നിങ്ങൾക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന വിഷയത്തിന് വേണ്ടി പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആത്മമണ്ഡലങ്ങൾ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന് അത് വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം, സ്തോത്രം. അബ്രഹാമിൻ്റെ അടുത്ത് ദൈവപുരുഷന്മാർ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് പറഞ്ഞു. കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം അവിടെ കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. 50, 40, 30, 20, 10. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. സോദോം ഒരു വലിയ പട്ടണമാണ്. ഗോമേറ വലിയൊരു നഗരമാണ്. ലോത്ത് വിശ്വാസികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ്. ഏകദൈവ സത്യത്തെ, ഏകദൈവത്തിൻ്റെ യാഗപീഠത്തെ കനാനിൽ കൊണ്ട് ഉറപ്പിച്ചവനാണ് അബ്രഹാം. യാഗം, യാഗപീഠം, വ്യവസ്ഥ നന്നായിട്ട് ലോത്തിനും അറിയാം. ഇസഹാക്ക് പഠിച്ചതുപോലെ തന്നെ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ നിന്ന് പഠിച്ചതാണ്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനും നിങ്ങളും ഒരു ലോത്താണോ? സോദോമിലും ഗോമേറയിലും ലോത്ത് എത്തിയിട്ട് ആരോടെങ്കിലും അവിടെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് പറയുകയായിരുന്നുവെങ്കിൽ അബ്രഹാം 10 പിടിച്ചപ്പോഴെങ്കിലും 10 പേര് അവിടെ വെടിവിക്കപ്പെട്ടേനെ. 10 പേരെങ്കിലും, 50 പേരോടെങ്കിലും സുവിശേഷം, 50 പേരോടെങ്കിലും യഹോവയാം ദൈവത്തെക്കുറിച്ച്, 50 പേരോടെങ്കിലും ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചു. ഇല്ലെന്ന് കണ്ടപ്പോൾ 40 കയറി പിടിച്ചു. അതുമില്ല, 30 കയറി പിടിച്ചു. അതുമില്ല, 10 കയറി പിടിച്ചു. എന്തിനധികം പറയണം, മിസ്സസ് ലോത്ത് പോലും പെട്ടുപോകത്തക്ക നിലകളിലുള്ള ഒരു ആർഭാട ജീവിതമായിരുന്നു ലോത്ത് നയിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനെ എതിർക്കാൻ കഴിയും. 10 വന്ന് നിൽക്കുമ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ദൈവപുരുഷന്മാർ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യപടി പറഞ്ഞായിരുന്നു, തിരുവചനത്തിലെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഉൽപ്പത്തി 18 ഇത്. അവിടെ നിന്ന് അവരിറങ്ങുന്നതിന് മുന്നേ സാറോയോട് പറയുന്നൊരു കാര്യമുണ്ട്, നശിപ്പിക്കുന്നതിന് മുന്നേ നിന്നോടൊരു ദൂതുണ്ട്. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു പൈതലിനെ നിന്റെ നെഞ്ചോട് അണയ്ക്കും. ഇന്ന് നീ മധ്യസ്ഥത അണയ്ക്കാൻ തയ്യാറാണെങ്കിൽ ടെൽഫോർഡിൽ ഒരു ഉണർവ് വരുന്നതിന് മുന്നേ തന്നെ നിന്റെ കാര്യങ്ങളെ നീ 24 വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയമാകാം, അതിൻ്റെ മേൽ സാഹചര്യങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടിരിക്കാം. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി നീ തകർക്കപ്പെട്ടിടത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവജനത്തോടൊരു ദൂത് പറയുവാനുണ്ട്. നീ ഇന്ന് ഈ ദേശത്തിന് വേണ്ടി ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നീ എഴുതി തള്ളിയ വിഷയങ്ങളെപ്പോലും എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങി ഇന്ന് പകൽ ആത്മാവിൽ ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ദൂത് പറയാം. നിങ്ങളുടെ വിഷയത്തെ ഈ 1 വർഷത്തിനകം എൻ്റെ ദൈവം തീർത്തു തരും. ആ വചനം എന്നോടാണ്, അത് എന്നോട് സംസാരിക്കുന്നു, ഈ വചനത്തോട് ഞാൻ പ്രതികരിക്കുന്നു എന്ന് ബോധ്യമുള്ളവർ ഇത് എന്നോടുള്ള ദൂതാണെങ്കിൽ അത് കരങ്ങളെ തട്ടിയാകട്ടെ, ആത്മനിറവിൽ സ്തോത്രം ചെയ്തും കൊണ്ട് പറ, ഞാനൊരു തീരുമാനമെടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവം ഉദ്ധരിപ്പിക്കുവാൻ വേണ്ടി കരം നീട്ടുമ്പോൾ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. ഒന്നും നേടിയില്ലെങ്കിലും ദൈവമക്കളെ, ഒരാത്മാവിനെ നേടാൻ ഈ പുരുഷായുസം കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ
എന്നെപ്പോലെ ഒരു ഹതഭാഗ്യൻ ഈ ഭൂപ്പരപ്പിലില്ലെന്ന് നമ്മൾ നാവ് തുറന്ന് പറയണം. അപ്പോൾ എന്താ തെളിയിക്കുന്നറിയാവോ? എൻ്റെ ബലഹീനത എന്നെക്കൊണ്ട് കഴിയത്തില്ല. അപ്പം കർത്താവ് പറയും, നിന്റെ നാവും കൊണ്ട് നീ യിരെമ്യാവേ നീ പറഞ്ഞതുപോലെ മേലിൽ പറയരുത്, മോശ പറഞ്ഞതുപോലെ നീ പറയരുത്. നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ചില ശുശ്രൂഷകളെ നൽകിയതാണ്. നിന്റെ തടിച്ച നാവുണ്ടെങ്കിൽ തടിക്കാത്ത നാവുള്ളവനെ നിന്നോട് ചേർപ്പാൻ ഞാൻ മതിയായവനാണ്. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് നിന്നെക്കാൾ നന്നായി എനിക്കറിയാമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്നതിന് നീ താഴെയിട്. അത്യത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെയുണ്ടെന്ന് ബോധ്യം വരുത്തുന്നവൻ നിന്നോടുകൂടെ യാത്ര ചെയ്താൽ നീ ഇങ്ങനെ പറയുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പറ, എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുന്നു. കാര്യം പോള് പറഞ്ഞതുപോലെ എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ആ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യാമാരംഭത്തിങ്കൽ, രാക്കാലങ്ങളിൽ യാമാരംഭത്തിങ്കൽ നിങ്ങൾ നിലവിളിക്കാം. എന്താ അങ്ങനെ? ആ സമയത്തൊക്കെ ഉറങ്ങാൻ ഏറ്റവും നല്ലത് ആ സമയങ്ങളൊക്കെയാണ്. മഹനീയം ദൈവസഭ നൈറ്റ് പ്രെയർ ക്രമീകരിച്ചത് യാമങ്ങൾ, വാച്ചസിനെ നോക്കിയാണ് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത്. നീ ഉറങ്ങാൻ പാടില്ല. ഞാൻ ഈ വചനം പിടിച്ചുകൊണ്ട് പറയാം, ദൈവമക്കളെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയാം. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, യാമങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ഒരു പഠനം ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് മാഞ്ചസ്റ്ററിലെ മഹനീയം സഭ വളരണമെങ്കിൽ നമ്മൾ മുട്ടുമേലിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമാണ് നൈറ്റ് പ്രെയർ. ഞാനും എൻ്റെ വൈഫിനെ ഇരുത്തി പറയാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം ഇരുന്ന് ഞങ്ങൾ കട്ടിൽ നിന്ന് എഴുന്നേക്കും. രാത്രി 11:55 ആകുമ്പോൾ എഴുന്നേക്കും. ഞങ്ങൾ എഴുന്നേക്കും. ഞങ്ങൾ അലാം വെച്ച് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിലത്തിരുന്ന് ഞങ്ങൾ കരങ്ങളെ കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ ഇങ്ങനെ പാർക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്ന വൃദ്ധന്മാരുണ്ട്. അവരെ നേടുവാൻ കർത്താവ് ആകർഷിച്ച ചിലരെയും കൂടെ ഞങ്ങളുടെ സഭയിൽ ചേർപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് കഴിവുകളില്ല, കോണ്ടാക്ട്സുകളില്ല, ഒന്നും പറയുവാനില്ല. പക്ഷെ ദൈവത്തിൻ്റെ കാറ്റൊന്ന് അടിപ്പിക്കണമേ. ചിലരെ ചേർപ്പാൻ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കോവിഡ് കാലം വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാർക്കുന്ന ഒരു ദൈവദാസൻ ചോദിക്കുകയാണ്, ഈ പകലും മുഴുവൻ നിങ്ങൾ നേരത്തെ അല്ലെങ്കിൽ 9 മണിക്ക് കയറി കടന്നിട്ട് രാത്രിയിൽ നിങ്ങൾ എന്തുവാ പരിപാടി എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് പിടികിട്ടി രാത്രി പ്രാർത്ഥന. അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഭയിൽ വിളിച്ചു പറഞ്ഞു, ഒരു സഭ വർദ്ധിക്കുന്നത്, ഒരു സഭ പെരുകുന്നത്, ഒരു സഭയിൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക. ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ ഇവരിവിടെ പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കുന്നു. കാരണം ആ കർത്താവും കർത്താവിൻ്റെ കർത്തൃദാസനും കർത്തൃദാസിയും അവർ രാത്രിയിൽ മുട്ടിന്മേലിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ സഭ ഞാൻ ആയിരിക്കുന്ന ദേശത്ത് മുട്ടുമടക്കുകയാണെങ്കിൽ ഒരു ഉണർവിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് തുറന്ന് ചോദിക്കട്ടെ ദൈവമക്കളെ, സഭയെ ദൈവം വളർത്തുക മാത്രമല്ല ചെയ്തത്, സഭയെ ദൈവം മതിലിന്മേൽ പടരുന്ന നിലയിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നു. സഭയെ ദൈവം പടരുവാനിടയായി തീർന്നു. വർധനവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വകരമായ ഭുജം വെച്ച് മഹനീയത്തെ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ വിലമുടക്കിയ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളുണ്ട്. പിന്നത്തേതിൽ ബിജു ചെറിയാൻ തന്നെ ഉഴപ്പി. ഞങ്ങൾ പറഞ്ഞു, എടി 1 മണിക്കൂറുള്ള മുട്ടിമേ ഇരിപ്പ് ഇച്ചിരി പാടാ. പുറകോട്ടങ്ങ് ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സൈഡും കൊണ്ടിരിപ്പായി. പിന്നെ പറഞ്ഞ് എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് വചനത്തിൽ ഇങ്ങനെയുള്ള നമുക്ക് നോക്കുമ്പോൾ ഒരു സപ്പോർട്ടിങ് വാക്യങ്ങളില്ല. ഒരു വ്യക്തി പോലും പ്രസംഗിച്ചിട്ടും ഇല്ലെങ്കിലും നമ്മുടെ ഉപോധോ മനസ്സിൽ പറയും, അങ്ങനെ നിലത്തിരിക്കുന്നതും ഈ കട്ടിലേരിയിരിക്കുന്നതും തമ്മിൽ എന്നാ കുഴപ്പം? അപ്പം പിന്നെ കട്ടിലായി മെത്തപ്പുറത്ത്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തലവണ മടി വെച്ചേക്കാം ഒരു ബലത്തിന്. സ്തോത്രം. മുട്ടുമേയിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ലീഡ് ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് എൻ്റെ വൈഫ് മനസ്സിലായി ഈ പുള്ളി ഉഴപ്പാന്ന്. അവൾ താഴത്തെ, ഞാനിത് പറയുമ്പോൾ ഇന്നും എനിക്ക് ഒരു മടിയില്ല പറയാൻ, ഞാൻ ഉഴപ്പിപ്പോയെന്ന് മനസ്സിലായി. കാര്യം കട്ടിലിരിക്കുക. കട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കും.
ഇവളോർക്ക് ഭയങ്കര സ്തോത്രം പറച്ചിലാണ്. ഇത് കൂർക്കം വലി കാരണം പുള്ളിക്കാരി താഴത്തെ എൻ്റെ മുറിയിൽ, എൻ്റെ എൻ്റെ ഹാളിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക. നടന്ന സംഭവമാണ്. ആ പ്രയർ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യേണ്ട ആൾ ബിജു ചെറിയാൻ. തുടർന്ന് പാസ്റ്ററെങ്കിൽ പ്രാർത്ഥിക്കും, ആശീർവാദം പറയുമെന്ന് പറഞ്ഞു. പാസ്റ്ററെങ്കിലേ ആ സഹോദരി ഇന്ന് ഇവിടെ ഇല്ല. സുജയ ആൻറ്റി, പാസ്റ്റർ ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്ന് വെച്ചാൽ മരിച്ചു പോയെന്നു. നടന്നാണോ? പുള്ളിക്കാരി ഓടി വന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് മരിച്ചിട്ടൊന്നുമല്ല. ഒരൊറ്റ അടി എനിക്കിട്ട് വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഇതെന്തുവാണ് ആശീർവാദം പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ആശീർവാദം. ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ആശീർവാദം. എന്നോട് ചോദിച്ചു, പാസ്റ്ററാ അല്ലേ? പാസ്റ്ററാ. ദൈവജനമേ, മധ്യസ്ഥത അണച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിടുതലുകൾ അയക്കും. നീ ഉഴപ്പിയ പിശാച് നിന്നെ ഉഴപ്പന്മാരുടെ ഒന്നാമത്തെ രാജാവാക്കി തീർക്കും. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. തീർന്നിട്ടില്ല എൻ്റെ മെസ്സേജ്. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഞാൻ മധ്യസ്ഥത അണയ്ക്കും. എന്താ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇത്രയോ ഇമ്പോർട്ടൻ്റ് എന്നറിയാവോ? നമ്മുടെ യേശു കർത്താവ് ഇത് ഇഷ്ടപ്പെടുന്നു. യേശു കർത്താവിന് ഇഷ്ടമാണ് മധ്യസ്ഥത അണയ്ക്കുന്നവരെ. യേശു കർത്താവിൻ്റെ ഒരു പേരെന്നാണെന്നറിയാവോ? അവൻ മൽക്കീസദേക്കിന് ക്രമപ്രകാരം പിതാവിൻ്റെ മഹിമയിലിരുന്ന് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ് തൻ്റെ മഹാപുരോഹിത്യം വെളിപ്പെടുത്തുന്നതും താൻ ജീവിച്ചിരിക്കുന്നുവെന്നും മൽക്കീസദേക്കിനും ക്രമപ്രകാരം ഉള്ളവനെന്നും തെളിയിക്കുന്ന ഒരു ലേഖനമാണ്. അവിടെ പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന എന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഞാൻ എൻ്റെ പിതാവിൻ്റെ മഹിമയിലിരുന്ന് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ, ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മളും കൂടെ നമ്മുടെ കർത്താവിനോട് ചേർന്ന് ഒന്ന് പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ, ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പറയും, ഞാൻ രക്തം മുടക്കി അവളെ വിലയ്ക്ക് വാങ്ങിയത് വെറുതെ അല്ല, അവൻ എന്റെ ഭാരം കൂടി ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചു പോയി. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. മതി. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഇന്റർസെഷൻ ഇഷ്ടപ്പെടുന്നു അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് ഞങ്ങളും ഇടയ്ക്ക് കയറാറുണ്ട്. ടെൽഫോർഡ് ചർച്ചിൻ്റേതും മാഞ്ചസ്റ്റർ ചർച്ചിൻ്റേതും മറ്റു ചർച്ചുകളിലൊക്കെ കയറാറുണ്ട്. ഞാൻ വളരെ ഭാരത്തോടെ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നൈറ്റ് പ്രെയർ വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. പറഞ്ഞ പാസ്റ്റേ ഇപ്പം നടക്കുന്നുണ്ടോ? ഇല്ല. എന്നെക്കൊണ്ട് അദ്ദേഹത്തോട് പറയാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞെന്നാണെന്നറിയോ? പാസ്റ്ററെ, ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് ഈ വർധനവ്, ഈ പെരുപ്പം, സമ്പത്ത്, ആരോഗ്യം, ഇതെല്ലാം ക്രൂശിലെ സ്നേഹവുമായിട്ട് നമ്മളെ അകൽത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോണം, ദിസ് ഈസ് ടൈം ടു കം ബാക്ക്. ഞാൻ ടെൽഫോർഡ് ചർച്ചിലെ നൈറ്റ് പ്രെയറിനെ കുറിച്ച് മാഞ്ചസ്റ്റർ ചർച്ചിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ലജ്ജയില്ലേ ഗലാത്യരെ എന്ന് ചോദിക്കുന്ന പോലെ ചോദിച്ചാൻ, നാണമില്ലേ എന്ന് ചോദിച്ചു. ഇവിടുത്തെ ഒരു മൂവ്മെന്റ് കണ്ട് അവരവിടെ തുടങ്ങി, അവരവിടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, മടങ്ങി വരണം ദൈവമക്കളെ, മടങ്ങി വന്നേ പറ്റുകയുള്ളൂ. അടുത്തൊരു പദം ചേർത്ത് പറയണമെന്നുണ്ട്, എന്നാലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മടങ്ങി വന്നേ പറ്റുകയുള്ളൂ. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതാണേലും എൻ്റെ പ്രായമുള്ള ആരും ഇതിനകത്ത് സഭാ മെമ്പറായിട്ടില്ല. നിങ്ങൾ ഒരാൾ വീട്ടിലുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരെയും വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോകും. അങ്ങനെയുള്ളവരല്ല നിങ്ങൾ. ഒരാൾ വീട്ടിലുണ്ട്, 100% അല്ലേ പാസ്റ്ററേ? നിങ്ങൾക്ക് നൈറ്റ് പ്രെയർ കയറണം. എന്നോട് തർക്കിച്ചവരൊക്കെ ഉണ്ട്, നമ്മുടെ സഭയിലല്ല.
തർക്കിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലും. പിന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉപവസിക്കണ്ടേ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ, നമുക്കൊരു രാത്രി പ്രാർത്ഥന ഇരിക്കണ്ടേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. വാടിയ മുഖത്തോടെ അതൊക്കെ വന്ന് ചോദിച്ചിരിക്കുന്നത്. ചിലർ ഈ രാജ്യം തന്നെ വിട്ടുപോയി. നിങ്ങൾ ഊഹിക്കുന്നവരൊന്നുമല്ല. എൻ്റെ ലിവർപൂൾ ചർച്ചിലെ കാര്യം ഞാൻ പറഞ്ഞു, പോകേണ്ടി വന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നന്മകൾ നൽകുമ്പോൾ ലോത്തിനെ പോലെ ദൈവത്തെ മറക്കാതെ ഇന്ന് പകൽ ഒരാളുടെ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മൈക്ക് കൈമാറുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കാം. 42 അധ്യായത്തിൻ്റെ 10 വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൻ്റെ 10 വാക്യം. നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് അയ്യോ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലേ? നമ്മളങ്ങനെയാ പ്രാർത്ഥിച്ചും നമ്മളങ്ങനെയാ അതങ്ങ് ഒഴുക്കി വിടുന്നത് അല്ലേ? എന്നാൽ അതിൻ്റെ ഇച്ചിരി കൂടെ മുമ്പോട്ടൊന്ന് വായിക്കുക പാസ്റ്ററെ. അതിൻ്റെ ഒരു ഒന്ന് തൊട്ട് 2-3 പേര് വരുന്നവിടെ തൊട്ടുണ്ടല്ലോ. ആ ആ ആ ഇതെന്നാന്നറിയോ സംഭവം? ഈ നമ്മുടെ തൃപ്തിക്കനുസരിച്ച് എല്ലാവരും ആകണം. പ്രജയ് പാസ്റ്റർ ഇച്ചിരി കണ്ടം ചെയ്തുള്ള ഒരു മെസ്സേജ് പറഞ്ഞാൽ പറയും ഇഷ്ടപ്പെടത്തില്ല. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയും ഈ പുള്ളിക്ക് മാനസാന്തരം മാത്രമേ പ്രസംഗിക്കാനുള്ളൂ എന്ന് ചോദിക്കും. പ്രത്യാശ പറഞ്ഞാലും കുഴപ്പമാണ്, വിശ്വാസം പറഞ്ഞാലും കുഴപ്പമാണ്, നീതീകരണം പറഞ്ഞാലും കുഴപ്പമാണ്, വിശുദ്ധ ജീവിതം പറഞ്ഞാലും കുഴപ്പമാണ്, ഏതെ തൊട്ടാലും കുഴപ്പമാണ്. കാര്യം അദ്ദേഹമല്ല കുഴപ്പം, നമ്മളത് ബോധം പറയണം. നമ്മളാ കുഴപ്പം. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ല മെസ്സേജായിരുന്നു. വാലൊക്കെ ആർക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം നമുക്ക്. എന്നാൽ അതല്ല, നീ 2 കൈയോടും 2 മൂക്കോടും 2 കണ്ണോടും 2 കാലോടും നീ മുഴുവനായിട്ട് നിങ്ങളുടെ ദേഹം അശേഷം ദൈവസന്നിധിയിൽ എടുക്കും. തെസ്സലോനിക്കർക്ക് ലേഖനം വായിച്ചാൽ മതി. ദൈവസന്നിധിയിൽ നിൽക്കപ്പെടേണ്ടതിന്, അനന്യമായി വെളിപ്പെടേണ്ടതിന് അദ്ദേഹം ചില മെസ്സേജുകൾ പറയുമ്പോൾ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ല. ക്രമപ്പെടേണ്ട മേഖലകളെ അങ്ങ് ക്രമപ്പെട്ടോണം. അപ്പൊ ഈ ഇയ്യോബിനെതിരെ സംസാരിച്ചവരെ ദൈവത്തിന് അങ്ങ് കോപം വന്നു. ഇയ്യോബിനെതിരെ സംസാരിച്ചു. ദൈവം ഇത് കണ്ടു. നമ്മൾ ഇതൊന്നും കാണുന്നില്ലെന്നാണ്. നമ്മൾ കണ്ണം കടച്ചേക്കും, കർത്താവ് കാണുന്നില്ലല്ലോ. എന്നാൽ കർത്താവ് പറയും നിന്റെ കണ്ണടച്ചുള്ള പ്രാർത്ഥനയും ഞാൻ കാണുന്നില്ല. അവിടെ പറ്റത്തില്ല. അവിടെ കർത്താവെ നീ എങ്ങനെ പ്രാർത്ഥിച്ചത്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണ് തുറന്നും നീ ചെവി ശ്രദ്ധ വെച്ചും ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം നീ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുവാണ് നിന്റെ പ്രാർത്ഥന. നീ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന പാപം കാണാതിരിക്കാൻ അതിനെ നീയാണോ എൻ്റെ റിമോട്ട് കൺട്രോള്? ഞാൻ നിങ്ങളെ പേടിപ്പെടുത്താൻ പറയുകയല്ല. അവൻ്റെ മുമ്പിൽ സകലവും മലർന്നതും നഗ്നവും അത്രേ. ഈ എന്താ പറയുന്നത്, ഒരു പൊത്തൊരുത്തത്തിലുള്ള രീതികളിലൊന്നും ക്രിസ്തീയ ജീവിതം നയിച്ചാൽ എൻ്റെ ദൈവമക്കളെ കേരളത്തിൽ ചിലപ്പോൾ ഓടുമായിരിക്കും, എനിക്കറിയത്തില്ല. ഈ കൺട്രിയിൽ നിങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. കാര്യം ഞാൻ മാഞ്ചസ്റ്ററിലാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ഒരു വ്യക്തിയെ ദൈവം അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ഞാൻ നോക്കിയപ്പോൾ ബിജു ചെറിയാൻ ഇവിടെ കൊള്ളാമല്ലോ. എൻ്റെ കരത്തിൽ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ ആ വ്യക്തി സ്വർഗത്തിൽ പോകുന്നു? എൻ്റെ ചിന്ത, എൻ്റെ കയ്യിലിരിപ്പ്, എൻ്റെ എല്ലാ പരാക്രമവും, എൻ്റെ എല്ലാ രീതികളും ആയിട്ടാണ് കർത്താവ് ചോദിക്കുകയാണ്, അവൻ സ്വർഗത്തിൽ പോകും. അത് അവൻ സ്വഭാവം മാറ്റിയാൽ കൊള്ളാം. പേടിയ. നമുക്കൊരു ഉറപ്പ് വേണം. ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളതല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും അവൻ ഇറങ്ങി വരുമ്പോൾ മരിച്ചവരെ ജീവനോടെ ഇരിക്കുന്ന ഞാൻ രൂപാന്തരപ്പെടും. എൻ്റെ കർത്താവിനെ വരവേൽക്കാൻ ഞാൻ വാനമേഘത്തിൽ എടുക്കപ്പെടും. ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മളെ അങ്ങെത്തിക്കത്തില്ല. നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ എടുക്കുന്നവരാകണം മഹനീയം സഭ. ഇയ്യോബിനെ ഉപദ്രവിച്ച സ്നേഹിതർക്ക് വേണ്ടി ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നാണ്. നഷ്ടപ്പെട്ടതിനെ മുഴുവൻ നമ്മുടെ ദൈവം മടക്കി കൊടുത്തു. ഇന്ന് പകൽ കണ്ണുകൾ അടച്ചും കൊണ്ട് പറ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഭാരം എൻ്റെ തലയിൽ കയറിയിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന ആ വലിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അടിയനെ ഉപയോഗിക്കണമേ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: ഗോഡ് വാല്യൂസ് ഇന്റർസെഷൻസ്. ഇന്റർസെഷൻ റിഫ്ലക്ട്സ് ലവ്. ജീസസ് ഈസ് അവർ മോഡൽ. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, പരിശുദ്ധ ദൈവമേ, ഈ സഭ ഒരു ദൈവദാസന്റെ അല്ല. ഈ സഭ ഒരു പ്രസ്ഥാനത്തിൻ്റെതല്ല. ഈ സഭ എൻ്റേതാണ്. കർത്താവേ, ഈ സഭയിൽ ഇനി 100 കണക്കിന് ചെയറുകൾ ഇടുവാനുള്ള ഇടയുണ്ട്. നാഥാ, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ ബാലനാണ്, ബാലികയാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ അയോഗ്യനാണ്, എനിക്ക് ബാരിയേഴ്സും പ്രതികൂലങ്ങളുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനെ ആളുമാറ്റിയതുപോലെ നശിപ്പിക്കാൻ ഇറങ്ങിയ ശൗലിനെ പൗലൂസാക്കിയതുപോലെ ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ ദൈവമേ അങ്ങയുടെ കരം വെച്ച് ഇവർ നല്ല നിലകളിൽ പക്ഷപാതം ഇന്റർസെഷൻ ചെയ്യുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ദേശത്തിന് വേണ്ടി കരയുന്നവരാകുവാൻ, ഫ്രീ ടൈമുകളിൽ ഇവരുടെ വാഹനങ്ങളെടുത്ത് ദേശത്തിൻ്റെ കുറുകെ നടുകെ ഓടുവാൻ, കരങ്ങളെ ചേർത്ത് ഭാര്യ ഭർത്താക്കന്മാർ നടക്കുന്ന വഴികളിൽ ഇതിലൂടെ മഹനീയം സഭയിലേക്ക് ജനങ്ങൾ വരട്ടെ എന്ന് പ്രഖ്യാപിക്കുവാൻ, കിഴക്കിനോടും വടക്കിനോടും തെക്കിനോടും പടിഞ്ഞാറോടും തടഞ്ഞു വെക്കരുതെന്ന് കൽപ്പിക്കുവാൻ, തരിക എന്ന് ആത്മാവിൽ കൽപ്പിപ്പാൻ ഈ ജനത്തെ ദൈവം സഹായിക്കണം. ദേവദാസന്മാരാകുന്ന ഞങ്ങളോട് ചേർന്ന് നിന്ന് ഈ ദേശത്ത് പടവെട്ടുവാൻ, സ്വന്തമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സമയബന്ധിതമല്ലാത്ത നിലകളിൽ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആലയം നൽകുവാൻ, കർത്താവെ, സകല ചരാചരങ്ങളും അങ്ങയുടെ സൃഷ്ടിയാകിയാൽ ഈ ദേശത്തൊരു ഉണർവിൻ്റെ കാറ്റയക്കുവാൻ, ആ റിവൈവിൻ്റെ മുൻപന്തിയിൽ നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേൽ ക്രിയ ചെയ്യണമേ. ഞങ്ങൾ സാധാരണക്കാരല്ല, സ്വർഗത്തിൻ്റെ മാനപാത്രങ്ങളാണ്. ഞങ്ങളെ ഉപയോഗിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി, ആത്മശക്തിയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമം.